നീറ്റ് എക്സാമിന് ഇനി മാക്സിമം പോയാലും 20 ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. എനിക്കൊരു ഉപദേശം തരാനുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഉറക്കം നിയന്ത്രിക്കുന്ന നോക്കിക്കോണേ. 2, 3, 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നതോട് ഞാൻ പറയാണ്, അത് നിങ്ങളുടെ എക്സാമിനെ നല്ല പോലെ ബാധിക്കും. എക്സ്പീരിയൻസ് എന്ന് പറയാം. മിനിമം ഇപ്പമുള്ള ദിവസങ്ങൾ എക്സാമിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളാണ്. നിർബന്ധമായിട്ടും 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. 6 മണിക്കൂർ ഉറങ്ങി അതിൽ കുറവ് ഉറങ്ങുന്നവരുടെ എക്സാമിന് നല്ല പോലെ ബാധിക്കും. ഇക്വേഷനൊക്കെ ഓർമ്മ വരുന്നതിലും കൺസെപ്റ്റൊക്കെ അപ്ലൈ ചെയ്യുന്നതിലും ഒക്കെ ഉറക്കക്കുറവ് ബാധിക്കും. അതുകൊണ്ട് അധികം ആരും ഉറങ്ങി പഠിക്കേണ്ട മക്കളെ. എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാൻ എൻ്റെ നീറ്റിന് രാവിലെ 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ വൈകുന്നേരം രാവിലെ നല്ല ഉഷാറായിരുന്നു. വൈകുന്നേരം എക്സാം മുകളിൽ 2 മണിക്ക് പോരുന്ന സമയത്ത് പഠിച്ചൊന്നും ഓർമ്മ വന്നില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഉറക്കം മുളയ്ക്കരുത്. നീറ്റ് പോലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക. ഉറക്കം മുളയ്ക്കാതെ ഉഷാറായിട്ടിരിക്കാൻ നോക്കുക.